ഒടുവിൽ ആ അമ്മയെ തനിച്ചാക്കി മകൾ വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ സാധിക്കില്ല എന്ന് സ്വയം തോന്നിപ്പോയ ആ നിമിഷം അവൾ ഡോക്ടറോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ പറ്റാവുന്ന അവയവങ്ങളെല്ലാം ഡൊണേറ്റ് ചെയ്യണം. 21 വയസ്സിനിടെ ജീവിതത്തോട് നടത്തിയ സമരങ്ങളിലെല്ലാം പുഞ്ചിരി തൂക്കി ജയിച്ചു വന്ന നികിത ഇത്തവണ പക്ഷേ വീണുപോയി. അവസാന ആഗ്രഹം പോലെ അവളുടെ കണ്ണുകൾ 2 പേർക്ക് കാഴ്ച നൽകുമിനി. കൊച്ചി സെന്റ് തെരേസാസ് കോളേജ് മുൻ ചെയർപേഴ്സണായിരുന്ന നികിത ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടും കഠിനാധ്വാനം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും മകളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ വേണ്ടി ആ അമ്മയ്ക്ക് ആവുന്നതെല്ലാം അവർ ചെയ്തിരുന്നു. ഒടുവിൽ 21 വയസ്സിൽ അവളെ അമ്മയുടെ അടുത്തുനിന്നും വിധി പറിച്ചെടുക്കുകയായിരുന്നു. ഏക മകളുടെ മരണത്തോടെ ആകെ തകർന്നിരിക്കുകയാണ് അമ്മ നമിത. നികിതയ്ക്ക് 3 വയസ്സുള്ളപ്പോൾ വിവാഹബന്ധം വേർപെടുത്തി ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ് നമിത. പക്ഷേ മകളുടെ 8ാം വയസ്സിലാണ് രോഗം തിരിച്ചറിയുന്നത്. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ കഠിനാധ്വാനം കൊണ്ട് അതിജീവിച്ച നമിത നെയ്യാർ മുൻപ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: മകൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ഭർത്താവുമായി വേർപിരിയുന്നത്. എന്തു ത്യാഗം സഹിച്ചും മകളെ നന്നായി വളർത്തണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു മനസ്സു നിറയെ. എന്നാൽ ജീവിതത്തിൽ ദൈവം ഇനിയുമേറെ പരീക്ഷണങ്ങൾ കാത്തുവെച്ചിട്ടുണ്ടെന്ന് അധികം വൈകാതെ എനിക്ക് മനസ്സിലായി. മകളുടെ 8ാം വയസ്സിൽ അവളുടെ ശരീരത്തിലെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞു തുടങ്ങി. അവളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ ആദ്യം സംശയിച്ചത് അവൾക്ക് മഞ്ഞപ്പിത്തമായിരിക്കുമെന്നാണ്. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ അവൾക്ക് വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗമാണെന്ന് കണ്ടെത്തി. കരൾ മാറ്റിവെച്ചാൽ മാത്രമേ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരൂവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കരൾമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ച് തന്നെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുകയായിരുന്നു ഞാൻ. രക്തബന്ധത്തിലുള്ളവരുടെ കരളാണ് മാറ്റിവെക്കുന്നതെങ്കിൽ കുഞ്ഞിന്റെ ശരീരം വേഗം അതിനോട് പൊരുത്തപ്പെടുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആദ്യം സമീപിച്ചത് എൻ്റെ ഭർത്താവിനെയായിരുന്നു. അദ്ദേഹത്തിന് ഫാറ്റി ലിവർ ആയതിനാൽ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ മുന്നിലുള്ള ഏക പോംവഴി ഞാൻ തന്നെ കരൾ നൽകുക എന്നതായിരുന്നു. രക്തഗ്രൂപ്പ് നിർണയിക്കാനായി സൂചി ശരീരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ബോധരഹിതയായി വീഴുന്ന എനിക്ക് ശസ്ത്രക്രിയ വലിയൊരു പേടി സ്വപ്നമായിരുന്നു. എന്നാൽ എൻ്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാനും എനിക്ക് മടിയില്ലായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം എൻ്റെ മകൾ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അതുവരെ ഒരു റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്ത ഞാൻ മകൾ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം വിദേശത്തേക്ക് ജോലിക്ക് പോയി. അധികം വൈകാതെ മകളെയും കൂടെ കൂട്ടാനായി. ആദ്യം ദുബായിലും അവിടെ നിന്ന് മാഞ്ചസ്റ്ററിലേക്കും ഞങ്ങൾ പോയി. ഇപ്പോൾ യാത്രകളിലും ഫോട്ടോഗ്രാഫിയും ഒക്കെയായി ഞങ്ങൾ ജീവിതം ആഘോഷിക്കുകയാണ്. ജീവിതത്തോട് ഒറ്റയ്ക്ക് പോരാടുന്ന അമ്മയായി ജീവിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ജീവിതം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായതാണ്. ഓരോരോ ദുരന്തങ്ങൾ വന്നപ്പോഴും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്തരം മോശം കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് ഞാൻ വിലപിച്ചിരുന്നു. എന്നാൽ കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചു. ഇപ്പോൾ മകളെ ഒരു നല്ല വ്യക്തിയായി വളർത്തണമെന്നത് മാത്രമാണ് എൻ്റെ ചിന്ത. എന്നാൽ ആ അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളെയും തല്ലിക്കെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മകളുടെ മരണം സംഭവിക്കുന്നത്. നികിത ഇതുവരെ 2 വട്ടമാണ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയായിട്ടുള്ളത്. ഒരാഴ്ച മുൻപായിരുന്നു 2ാമത്തെ ശസ്ത്രക്രിയ നടന്നത്. ശരീരത്തിൽ ചെമ്പ് അടിഞ്ഞുകൂടുന്ന ഒരു അപൂർവ ജനിതക അവസ്ഥയാണ് വിൽസൺസ് ഡിസീസ്. ചെമ്പിന്റെ വിഷാംശം കരളിലും തലച്ചോറിലും അടിഞ്ഞുകൂടുകയും അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു. രോഗം മൂർച്ഛിക്കുന്നതോടെ ചെമ്പ് രക്തത്തിലേക്കും വ്യാപിക്കുന്നു. ഇതോടെ വൃക്കകൾ, തലച്ചോറ്, കണ്ണുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ വരികയും ചെയ്യുന്നു. രോഗത്തിന് ഫലപ്രദമായ ചികിത്സ നിലവിൽ ലഭ്യമല്ല. എങ്കിലും കരൾമാറ്റ ശസ്ത്രക്രിയയിലൂടെ അതിജീവന നിരക്ക് ഏകദേശം 80%. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സംവിധായകൻ ഷാഫി സംവിധാനം ചെയ്ത മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ബാലതാരമായും നികിത അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.